ഗൾഫിലെ മിസൈൽ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഗൾഫിലെ കാര്യങ്ങൾ നമ്മളെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട് അല്ലെ? കാരണം എന്തുകൊണ്ടാണ്? കാരണം മലയാളികളുടെ എക്കണോമി തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഗൾഫ് കൺട്രീസിനെയാണ് അല്ലെ? നമ്മുടെ ഒരുപാടധികം ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ വീടുകളിൽ നിന്നും ഒരാളെങ്കിലും ഗൾഫിലുണ്ടാവും അല്ലെ? നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ആരെങ്കിലും ഒക്കെ ഗൾഫിലുണ്ടാവും. അപ്പൊ അങ്ങനെ നമ്മളെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന, നമ്മൾ ചെറുപ്പം മുതലേ നമ്മുടെ നെഞ്ചിനോട് ചേർത്ത് വെച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഗൾഫ് കൺട്രീസിലെ ഓരോ രാജ്യങ്ങളും. അപ്പോ അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന എല്ലാ ആക്രമണങ്ങളും നമ്മുടെ നെഞ്ചിലേക്കാണ്, എല്ലാ മിസൈലുകളും ഇങ്ങോട്ടാ വരുന്നതെന്നാണ് നമുക്ക് തോന്നുന്നത് അല്ലെ? അപ്പോ ഇതിനിടയ്ക്ക് തന്നെ നമ്മൾ പലരും, അവിടെ താമസിക്കുന്ന പലരും, അവിടെ ബന്ധുക്കളുള്ള പല ആളുകളും, നാട്ടിലുള്ള പല ആളുകൾക്കും BP കൂടുക, ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, ഭയങ്കര വിഷമം ഉണ്ടാവുക, ഹാർട്ട് അറ്റാക്ക് വരിക, ഭയങ്കര എന്താ പറയാ സ്ട്രോക്ക് വരിക, സ്ട്രോക്കിനോട് അടുത്തുള്ള കണ്ടീഷൻസ് വരിക, അങ്ങനെയുള്ള ഒരുപാട് ഹെൽത്ത് കണ്ടീഷൻസ് ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? ടെൻഷനാണ് അല്ലെ? തീർച്ചയായിട്ടും അവിടെ ഉള്ളവർക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചിലർ വിസിറ്റിംഗ് വിസയിൽ ഒന്ന് അവിടെ എത്തുമ്പോഴേക്കും ദേ വരുന്നു മിസൈൽ എന്നൊക്കെ പറയുമ്പോഴേക്കും ഇവിടെ സേഫ് ആയിട്ട് ജീവിച്ച നമുക്ക് ഭയങ്കര അതൊക്കെ ബുദ്ധിമുട്ടാണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് ഇതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. അതായത് നമ്മൾ പണ്ട് പറഞ്ഞിരുന്നത് IQ ആണ് വേണ്ടത്. IQ നല്ലോണമുള്ള, ഇന്റലിജൻസ് കോഷ്യന്റ് നല്ലോണമുള്ള ഒരാൾക്ക് എവിടെ വേണമെങ്കിലും പോയി ജീവിക്കാം, നല്ല ബുദ്ധിയുള്ള ആളുകളായിരിക്കും. പിന്നീട് നമുക്ക് മനസ്സിലായി ഐൻസ്റ്റീനെ പോലെ IQ മാത്രം കൂടുതൽ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, EQ എന്ന് പറയുന്ന ഇമോഷണൽ കോഷ്യന്റ് കൂടെ വേണം എന്നുള്ള കാര്യം. അതായത് ഇമോഷണൽ ആയിട്ടുള്ള റെഗുലേഷൻ വേണം. സന്തോഷിക്കാനും സങ്കടപ്പെടാനും ഒക്കെ കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്ത് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള, റെഗുലേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് കൂടെ വേണം. ആവശ്യത്തിന് എപ്പോ എന്ത് സംസാരിക്കണം എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യം. പിന്നീട് നമ്മൾ മനസ്സിലാക്കി ഇമോഷണൽ കോഷ്യന്റും IQയും EQയും മാത്രമല്ല SQ എന്ന് പറയുന്ന സോഷ്യൽ കോഷ്യന്റ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ വേണം. എന്നാലേ നമുക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റുള്ളൂ, അതിജീവിക്കാൻ പറ്റുള്ളൂ കാര്യങ്ങളെന്ന്. സോഷ്യൽ കോഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ എൻവയോൺമെന്റിൽ എങ്ങനെയാണ് ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്, എത്ര നല്ലോണം നമുക്ക് ആളുകളെ പ്ലീസ് ചെയ്ത്, എപ്പോഴും പ്ലീസ് ചെയ്യിച്ച് മാത്രമല്ല നമ്മുടെ കാര്യങ്ങൾ നടത്തിയെടുക്കുകയും എങ്ങനെ ഒരു സോഷ്യൽ എൻവയോൺമെന്റ് സോഷ്യൽ ബീയിങ് ആയിട്ട് ജീവിക്കാം എന്നുള്ള കാര്യങ്ങളും കൂടെ സോഷ്യൽ കോഷ്യന്റിൽ വരുന്നുണ്ട്. ഇതൊന്നുമല്ല, ഇനിയും മറ്റും എന്തൊക്കെയോ കൂടെ വേണം. ഈ 3 മാത്രം ഉണ്ടെങ്കിൽ ഈ ഭീകരാന്തരീക്ഷങ്ങളെ നമുക്ക് അതിജീവിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പൊ മറ്റെന്തോ കൂടെ വേണം അല്ലെ? അതാണ് AQ, അഡ്വേഴ്സിറ്റി കോഷ്യന്റ്. അഡ്വേഴ്സിറ്റി കോഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്തരം ദുരന്തങ്ങൾ പേഴ്സണൽ ആയിട്ട് ചില ആളുകൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകള് എങ്ങനെ അതിജീവിക്കാം, അതിജീവനത്തിന്റെ കോഷ്യന്റ് ആണ് ഈ AQ എന്ന് പറയുന്ന അഡ്വേഴ്സിറ്റി കോഷ്യന്റ്. എങ്ങനെ അഡ്വേഴ്സ് ആയിട്ടുള്ള കണ്ടീഷൻസിനെ അതിജീവിച്ച് മുന്നോട്ട് വരാം. ചില ആളുകൾക്ക് അത് തനിയെ ഉണ്ടാവും, അത് ജനിക്കുമ്പോ തന്നെ മേ ബി അവർക്ക് ജനറ്റിക് ആയിട്ടൊക്കെ കിട്ടുന്ന ഒരു അഡ്വേഴ്സിറ്റി കോഷ്യന്റ് എന്ന് പറയുന്ന, ചിലര് ഭയങ്കര നല്ല രീതിയിൽ ജീവിച്ച ഒരാളാണെങ്കിൽ പോലും അയാൾ തകർന്നു പോയാൽ അയാൾക്ക് അവിടെ നിന്ന് ഉയർന്നു വരാനുള്ള ഒരു കഴിവുണ്ടാവും. അഡ്വേഴ്സിറ്റി കോഷ്യന്റ് വളരെ ഹൈ ആയിട്ടുള്ള ആളുകൾക്ക്. ചില ആളുകളുണ്ട്, നമുക്ക് നമ്മളെ പോലുള്ള കേരളത്തില് സുഖസുന്ദരമായി ജീവിച്ചിരുന്ന ആളുകൾക്ക് 2018 ഫ്ലഡ് വന്നപ്പോ എന്താണ് ആദ്യം തോന്നിയത്? നമ്മുടെ മുഖത്തിട്ട് ആരാണ്ട് ഒരു അടി തന്ന പോലെ തോന്നിയത് അല്ലേ? നമ്മൾ ഇത്രയും സന്തോഷമായിട്ട് ജീവിച്ച് നമ്മുടെ ആരോ കണ്ണു വെച്ചു എന്ന് പറഞ്ഞ പോലെയാണ് നമുക്ക് തോന്നിയത്. പക്ഷേ അവിടെ അതും നമ്മൾ അതിജീവിച്ചു. എങ്ങനെ? AQ വളരെ ഹൈ ആയിട്ടുള്ള ആളുകളുടെ പിൻബലത്തിൽ നമ്മൾ അത് അതിജീവിച്ചു. നമ്മൾ ഒരുപാട് പ്ലാൻഡ് ആയിട്ട്, ഒരുപാട് അത് എന്താ പറയാ പ്ലാൻ ചെയ്ത് അതിൽ നിന്ന് റെസ്ക്യൂ ചെയ്തു ഒരുപാട് പേര് ജീവനോടെ രക്ഷപ്പെട്ടു. നമ്മൾ പലരും ജീവനോടെ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. 2020 കൊറോണ വന്നപ്പോഴും അതിജീവനം വളരെ ബുദ്ധിമുട്ടായിരുന്ന സമയത്തും നമ്മൾ ഒരുവിധം അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പൊ നമ്മള് ഈ AQ ഹൈ ആയിട്ട് ജനിച്ചവരല്ലെങ്കിൽ പോലും നമ്മൾ എങ്ങനെയൊക്കെയോ അതിൽ കോപ്പപ്പ് ചെയ്ത് പതുക്കെ രക്ഷപ്പെട്ടു വരുന്നുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് ഇത് പ്രാക്ടീസ് ചെയ്താൽ കുറച്ചൊക്കെ AQ കിട്ടാൻ വഴിയുണ്ട്. അഡ്വേഴ്സിറ്റി കോഷ്യന്റ് നമുക്ക് ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങളെ അഡ്വേഴ്സ് ആയിട്ടുള്ള കണ്ടീഷനിൽ വളരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അവരെ ജീവിപ്പിക്കുക എന്നല്ല ഈ പറയുന്നത്. ഇപ്പൊ പലതരം പാരന്റിംഗ് ഉണ്ട്, നമുക്കറിയാം അല്ലെ? ജെന്റിൽ പാരന്റിംഗ് ഉണ്ട്, ഹെലികോപ്റ്റർ പാരന്റിംഗ് ഉണ്ട്. ഹെലികോപ്റ്റർ പാരന്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പിള്ളേർ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും ഒക്കെ അയ്യോ മോനെ, അയ്യോ ചെളിയിലേക്ക് പോലെ, അയ്യോ മഴയത്ത് പോലെ എന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കുന്ന പാരന്റിംഗ് ഉണ്ട്.
അതേപോലെ തന്നെ അഡ്വേഴ്സ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ അവര് നിങ്ങൾ പൊക്കോ, എനിക്ക് റെയിൻകോട്ട് ഇടണ്ട അമ്മേ, അയ്യോ മോനെ റെയിൻകോട്ട് ഇടൂ എന്ന് പറയാതെ നമ്മള് വല്ലാണ്ട് ടെൻഷൻ അടിക്കാതെ അങ്ങനെ പറയുന്ന കുട്ടികളെ എനിക്ക് റെയിൻകോട്ട് ഇടണ്ട, എനിക്കിന്ന് മഴയത്ത് പോണം, നീ പൊക്കോ എന്ന് പറഞ്ഞങ്ങോട്ട് വിടുക. അവരത് അനുഭവിച്ച് അവരതിന്റെ കോൺസിക്വൻസസ് അനുഭവിച്ച് തിരിച്ചു വരട്ടെ. എങ്ങനെയുണ്ട്? അതിൽ നിന്ന് അവര് പാഠം പഠിക്കില്ലേ? അടുത്ത പ്രാവശ്യം മഴയത്ത് മോനെ റെയിൻകോട്ട് ഇട്ടെന്ന് പറയുമ്പോ അവൻ വേഗം അത് ഇട്ടിട്ട് പൊക്കോളും. കാരണം അവന് മഴയത്ത് പോയി പനി പിടിച്ച് വീട്ടിൽ വെറുതെ അയ്യോ ഹച്ചു ഹച്ചു എന്ന് പറഞ്ഞ് കിടന്നത് നല്ല ഓർമ്മ വരും അല്ലേ? അപ്പോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അതും ഒരു നല്ലൊരു ടൈപ്പ് ഓഫ് പാരന്റിംഗ് ആണ്. അപ്പോ ഫാഫോ പാരന്റിംഗ് എന്നാണ് അതിനെ പറയുന്നത്. അതേപോലെ തന്നെ ഇങ്ങനത്തെ കുറെ പെർമിസീവ് പാരന്റിംഗ് ഉണ്ട്. പെർമിസീവ് പാരന്റിംഗിന് കുറച്ചുകൂടെ ഹയർ വേർഷൻ ആണ് ഈ ഫാഫോ എന്ന് പറയുന്നത്. ഇതൊക്കെ പുതിയ തരം പാരന്റിംഗ് വേർഷൻസ് ആണ്, ന്യൂ ജെൻ പാരന്റിംഗ് ആണ് കേട്ടോ ഇതൊക്കെ. അപ്പോ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കുഞ്ഞുങ്ങളെ കുറെയൊക്കെ എന്താ പറയാ കാര്യങ്ങൾ അനുഭവിക്കാൻ സമ്മതിക്കുക. വിഷമതകൾ എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളുടെ മക്കളെ രാവിലെ സ്കൂളിലേക്ക് വിടുമ്പോണ്ടല്ലോ ആരാ ബാഗ് ചുമന്നു കൊടുക്കുന്നത്? നിങ്ങളാണോ? വേണ്ടാട്ടോ, ഇനി ബാഗ് ഒന്നും ചുമന്നു കൊടുക്കണ്ട, അവര് ബാഗ് പിടിക്കട്ടെ. അതേപോലെ അവര് തിരിച്ചു വരുമ്പോ ഷൂസ് ഒക്കെ വല്ലയിടത്തേക്കൊക്കെ വലിച്ചെറിഞ്ഞ് ഇങ്ങ് വന്ന് അമ്മേ എന്ന് പറഞ്ഞൊരു വരവാണോ വരാറുള്ളത്? എങ്കിലും അതും സമ്മതിക്കണ്ട. അവരുടെ ഷൂ അവര് തന്നെ എടുത്ത് റാക്കിൽ വെക്കട്ടെ. തിരിച്ചു വന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പ്ലേറ്റ് അവരെന്താ ചെയ്യുന്നത്? അവരെടുത്ത് വെക്കാറുണ്ടോ? അവരെടുത്ത് കഴുകാറുണ്ടോ? ഇല്ലേ, കഴുകട്ടെ, അവരെ കൊണ്ട് കഴിയിപ്പിക്കുക. അങ്ങനെ അവരെ എല്ലാ സ്വന്തം കാര്യങ്ങൾക്കും റെസ്പോൺസിബിൾ ആക്കുക. ആദ്യം തന്നെ പതുക്കെ 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 എല്ലാ കാര്യങ്ങളിലും അവരെ റെസ്പോൺസിബിൾ ആക്കുകയും അവർക്ക് കുറെ കൂടെ മൈൻഡ്ഫുൾ ആക്കുക. അവരുടെ കാര്യങ്ങള് ഭൂമിയിലേക്ക് നടത്തിക്കുക. നമ്മുടെ പല മക്കളും ഇപ്പോഴും ജീവിക്കുന്നത് സ്വർഗലോകത്തിലാണ് അല്ലെ? അവർക്ക് ഇപ്പോഴും ടോം ആൻഡ് ജെറി, അത് കഴിഞ്ഞ് വരുന്ന കാർട്ടൂണുകള് ഒക്കെ അവർ ആ ഒരു ലോകത്താണ്. സൂപ്പർമാൻ, ഹീമാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പൊ അവർക്ക് അതൊന്നുമല്ല, ഇവിടെ ഭക്ഷണം കഴിച്ചാൽ പാത്രം കഴുകണം എന്നുള്ള ഈ ഭൂമിയിലെ കാര്യങ്ങൾ കൂടെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക. വളരെ അഡ്വേഴ്സ് ആയിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ച് അവരെ ജീവിപ്പിക്കണം എന്നൊന്നുമല്ല ഈ പറയുന്നത്. അവർക്കിപ്പോ എനിക്ക് തീ തൊടണം എന്ന് പറയുമ്പോ പോയി നീ തൊട്ട് എന്നിട്ട് നീ തന്നെ അനുഭവിക്കുക എന്ന് പറയാനല്ല ഈ പറയുന്നത്. അങ്ങനത്തെ എന്താ പറയാ അപകടകരമായ കാര്യങ്ങളൊന്നും, അപകടം പിടിക്കുന്ന കാര്യങ്ങളൊന്നും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. നമ്മൾ എപ്പോഴും നോക്കണം അവരെ. പക്ഷേ നമുക്ക് കുറച്ചും കൂടെ അവരൊന്ന് ബുദ്ധിമുട്ടുകൾ കുറച്ചറിയിച്ച് വളർത്തുക. കാരണം ഇനി അങ്ങോട്ടുള്ള ലോകം അത്ര എളുപ്പമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം ഇനി അവർ വേറെ ഏതെങ്കിലുമൊക്കെ രാജ്യത്തായിരിക്കും പോയി ജീവിക്കാൻ പോകുന്നത്, വേറെ പലയിടത്തും പോയി ജീവിക്കേണ്ടവരാണ്, വേറെ പലതും അനുഭവിക്കേണ്ടവരാണ്. നമ്മൾ ജീവിച്ച വഴികളിലൂടെയും പാതകളിലൂടെയും ആയിരിക്കില്ല ചിലപ്പോൾ അവർക്ക് സഞ്ചരിക്കേണ്ടി വരിക. കാരണം അവര് വേറെ വല്ല കൺട്രിയിലും പോയിട്ടൊക്കെ ജീവിക്കുമ്പോൾ അവിടെ വേറെ പുതിയ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത പല പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതൊക്കെ എങ്ങനെ അതിജീവിക്കാം? നമുക്ക് എപ്പോഴും പോയി സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. നമ്മളെ കൊണ്ട് നമ്മുടെ ബുദ്ധിക്ക് അതീതമായ പ്രശ്നങ്ങളായിരിക്കും അവിടെ വരാൻ പോകുന്നത്. ചിലപ്പോ നല്ല ജോലി ഓഫർ ചെയ്ത് ഒരു രാജ്യത്തേക്ക് അവരെ വിളിച്ച് കുറച്ചു നാൾ കഴിയുമ്പോൾ ആ ജോലിയൊന്നും ഇല്ല, തിരിച്ചു പോക്കോ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോ അവര് പോയി ആത്മഹത്യ ചെയ്യാതിരിക്കാൻ, അവർക്ക് ഡൗൺ ആയി അവരങ്ങ് ഇല്ലാതാവാതിരിക്കാൻ നമ്മൾ ഇപ്പൊ തന്നെ അവരുടെ കൈ പിടിക്കണം. എങ്ങനെ? നമുക്ക് ഈ പാരന്റിംഗ് സ്റ്റൈലൊക്കെ മാറ്റിപ്പിക്കാം. ഈ ഹെലികോപ്റ്റർ പാരന്റ്സിനോടാണ് പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും കുട്ടിയുടെ പുറകെ നടന്ന് അത് ചെയ്ത് ഇത് ചെയ്ത് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞ് വല്ലാണ്ട് കൺട്രോൾ ചെയ്യാതെ കുറച്ചങ്ങ് വെറുതെ വിടുക. കുറച്ച് ചെളിയിൽ കളിക്കണം എന്ന് പറയുമ്പോൾ ആ ചെളിയിൽ കളിച്ചോട്ടെ, ഓക്കെ. അവർക്ക് എങ്ങനെ സേഫായി ചെളിയിൽ കളിക്കാം എന്നുകൂടെ അവർ പഠിക്കട്ടെ. മുഖത്തേക്ക് എടുത്ത് വായിലേക്ക് ഇടരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പഠിക്കട്ടെ. അങ്ങനെ നമ്മുടെ കുട്ടികൾ കുറച്ചും കൂടെ ഒന്ന് മണ്ണും ഈ ഭൂമിയുമായി തൊട്ടറിഞ്ഞ് വളരട്ടെ. എന്നാലേ അവർക്ക് കാര്യങ്ങളൊക്കെ കുറെ കൂടെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലേ അവർക്ക് കുറെ കൂടെ എന്താ പറയുക റെസിലിയന്റ് ആയിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ എല്ലാ കാര്യങ്ങളും. അപ്പൊ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ഏകദേശം കുറച്ചൊക്കെ മനസ്സിലായല്ലോ അല്ലെ?
അപ്പോ ഞാൻ നിങ്ങളിൽ ഒരു വിരൽ ഇങ്ങനെ ചൂണ്ടുമ്പോ 4 വിരലുകൾ എന്നിലേക്കാണ് ചൂണ്ടുന്നതെന്ന് ഞാനും മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതൊക്കെ ജിഷുവിനും പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അതും ഞാൻ എന്നെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഹാവ് എ ഗുഡ് ഡേ. ദിസ് ഇസ് മീ ഷിജു സൈനിങ് ഓഫ്. അപ്പൊ എല്ലാവരും പ്ലീസ് സബ്സ്ക്രൈബ് ലേൺ ആൻഡ് ഗ്രോ വിത്ത് സ്കിപ്പ്. താങ്ക് യു.